ഇസുവിന് നല്ലോണം ജലദോഷവും ചെറുതായിട്ട് പനിയൊക്കെയായപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരുമായിട്ട് നല്ല കമ്പനിയൊക്കെ ഉണ്ട്. ഇസും കാക്കും പുറത്തുനിന്ന് OP എടുത്തതിന് ശേഷം ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അവിടെ നിറച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഇടയിൽ ഇരിക്കേണ്ട വിചാരിച്ചിട്ട് ഒരവിടെ പുറത്തിക്കണത്. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് തന്നെ കയറി. അവിടെ ചെന്നാൽ പിന്നെ എല്ലാ ഷോപ്പും കാര്യം ഇസുവിന് തന്നെ അറിയാം. അവിടുത്തെ വലിച്ചു കൊണ്ടുപോയിക്കാണ്ട് ലാസ്റ്റ് അവിടെ നിന്ന് മിഠായിയൊക്കെ മേടിപ്പിച്ചു. അവിടെ ആണെങ്കിൽ ഫുള്ള് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഓൻ്റെ മിഠായി ഞാൻ വല്ല എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ഓന് അപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി അടിച്ചു. ആദ്യമൊന്നും കൊടുത്തില്ല, പിന്നെ ഓന് കരയാൻ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് കൊടുത്തു. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിക്കണ്. എന്നിട്ടാണ് ഇസുവിനെ വിളിച്ചത്. അവൻ്റെ വെയിറ്റ് കുറച്ചേക്കണ് ഞാൻ നോക്കണം എന്ന് വിചാരിച്ചിട്ട് 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടുന്ന് നോക്കിയപ്പോൾ 14 കണ്ടിന്യത്. അത്രവനായിട്ടില്ല, കുറപ്പേനി 11,400 കാക്കി നിൽക്കുന്നത് നല്ലോണം ദേഷ്യം പിടിച്ചിട്ടാണ്. ഡോക്ടറെ കണ്ടിട്ട് പിന്നെ 1/2 മണിക്കൂർ അയക്കണ്. എന്നിട്ട് മരുന്ന് കിട്ടാത്തതിന് 2 മണിയായിട്ട് തന്നെ നല്ലോണം വിശന്നിട്ട് ഞങ്ങൾ വേഗം ചായ കുടിച്ചു. ഇനി ഫ്രൂട്ടി അടിച്ചിനി ഓനപ്പം അത് കുടിച്ചതൊന്നുമില്ല. കാക്കുനാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടുന്ന് പോന്നു. മരുന്ന് കാക്കു വൈകുന്നേരം മേടിക്കാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അവിടുന്ന് വേഗം പോരണമൊന്നുമില്ല, കാരണം എല്ലാവരുമായിട്ട് കമ്പനി ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേനി. എൻ്റെ ഇൻചാർജൊക്കെ ആയിട്ട് ഞാൻ കുറേ ടൈം അങ്ങനെ സംസാരിച്ചിരുന്നു. ഞാനും എൻ്റെ ഇൻചാർജും ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഓരിൻ്റെ മുമ്പിൽ ഇൻചാർജ് എന്നുള്ള പവറിലൊന്നല്ല നിൽക്കൽ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു. പിന്നെ പോന്നപ്പോൾ ഇസുവിന് ഫ്രൂട്ടി എടുത്തു. കാക്കുവിന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ കാക്കുവിൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കുകയാണ്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ 3 മണിയൊക്കെ ആയിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.